ഹായ് ഗൈസ്, ഞാൻ നിങ്ങളിന്ന് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ കൊടംപുളി. ഇതുണ്ടല്ലോ കൊടംപുളീനെ ഞാൻ ഉണക്കി എടുക്കുന്നതുണ്ട്. ഇത്രയേ ഉള്ളൂ, കുറച്ചുണ്ടായിരുന്നുള്ളൂ. ഈ അയലക്കത്തെ വീട്ടിൽ ഇന്ന് അവരവിടെ ഇല്ലാത്തവരെ എന്നോട് വിളിച്ച് പറക്കി എടുത്തോളാൻ പറഞ്ഞിട്ട് ഞാൻ പറക്കി എടുത്തു വന്ന് അടുപ്പിലെ തീയിട്ടിട്ട് വെച്ചേക്കുന്ന കേട്ടോ ഈ കാണുന്നത്. പുകയെടുപ്പ് നമുക്ക് വല്ലാതെ ഇല്ല, അതുകൊണ്ട് ഞാൻ ഇട്ടേക്കണേന്നുണ്ടല്ലോ കൊടംപുളി ഉണക്കിയെടുക്കുക. വെള്ളം തോർന്നു, കുറച്ച് വെള്ളം തുറന്നത് സൈഡിൽ കൂടെ ഇരിക്കുന്നു, ബാക്കി ഇത് വെള്ളം തോർന്നു വരുന്നുള്ളൂ. കുടംപുളി മരം കാണിക്കുമ്പോൾ ഭയങ്കര പണ്ടത്തെ ഒത്തിരി നാളായുള്ള മരം, ഭയങ്കര പൊക്ക. അതിനകത്ത് നമുക്ക് വീഡിയോ ലോങ്സ് പിടിക്കാൻ പറ്റത്തില്ല, എൻ്റെ ക്യാമറ പൊട്ടിയിരിക്കുന്നുണ്ട്. അത്യാവശ്യമൊക്കെ ഒന്നും ഇങ്ങനെ പിടിച്ചെടുക്കാമെന്നല്ലാതെ ലോങ്ങിൽ പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കുടംപുളി ഞാൻ കഴുകി കൊണ്ടുവന്ന് ഉണ്ടല്ലേ ഉണക്കാൻ വെച്ചിട്ട് ഈ അടുപ്പിൻ്റെ അടിയിൽ കൂടെ ഉണങ്ങി വന്നെ കേട്ടോ കാണുന്നതുണ്ടോ. എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നവരാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മുടെ ഹൈ റേഞ്ച് മേഖലയിലേക്ക് ഇപ്പോൾ കുടംപുളിയുടെ സീസണാണ്. തോട്ടുപുളി അങ്ങനെ എന്തൊക്കെയോ പറയുക ഒരു നാട്ടിൽ. നമ്മുടെ ഇവിടെ കുടംപുളി എന്നാണ് പറയുന്നത്. ഇത് മീൻ നമ്മൾ ഇങ്ങോട്ടേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആലപ്പുഴ ഭാഗത്തേക്ക് പിഴുപുളി ഉപയോഗിക്കും, വാളംപുളി. ഇത് നമ്മുടെ ഇവിടെ കുടംപുളി ഇട്ട മീൻ വയ്ക്കുകയുള്ളൂ. ഇത് ചമ്മന്തിക്ക് അരയ്ക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് മീനൊക്കെ വെച്ച് കഴിഞ്ഞാൽ. കുടംപുളി എനിക്ക് ഇപ്പം അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയെന്ന് അവരില്ലാത്തതിനും ഒത്തിരി ഉണ്ട്. അതിനകത്ത് നമ്മളോട് പറക്കിയെടുത്തോളാൻ പറയും. അതുകൊണ്ട് ഞാൻ ഇന്ന് പോയി പറക്കിക്കൊന്ന് വെച്ചേക്കണേ. ഇത് നിങ്ങളൊന്ന് കാണിക്കണമെന്ന് തോന്നി. എൻ്റെ കുഞ്ഞു വീഡിയോയാണ് ഇത്, നിങ്ങളൊന്ന് കാണുന്നതുണ്ടോ. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ജാതിക്കയും കിടക്കുന്നുണ്ട്, കണ്ടില്ലേ. ഇങ്ങനെയാണ് എൻ്റെ പുളി ഉളക്കൽ. എല്ലാവരും തട്ടിക്കിങ്ങനെ അടിച്ച് അതിൻ്റെ മുകളിലിട്ട് പുക കൊടുക്കുക. ഇതങ്ങനെ കൊടുക്കാൻ സൗകര്യം നമുക്കില്ല. നമ്മുടെ കുഞ്ഞൊരു കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു വീടാണ് നമ്മുടെ. ഇതുണ്ടോ, എല്ലാം പൊട്ടി വിണ്ടൊക്കെ കയറി ഇങ്ങനെ ഇരിക്കുക മൊത്തം വീടൊക്കെ ഉണ്ടോ. അതുകൊണ്ട് നമുക്കിതിനകത്തോട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ട് ഉണക്കി ആ വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇട്ടതാണ്. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.